എന്താ മദർ, എന്താ ഉണ്ടായത്? അച്ഛനും അമ്മയുമായി ഇവൾക്ക് ആകെയുള്ള ഈ അമ്മാവന് ഇവളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ആക്കിയപ്പോ തീർന്നല്ലോ ഉത്തരവാദിത്വം. ഇവിടുത്തെ ജോലി തിരക്കിനിടയിൽ സമയം. സോറി അങ്കിൾ, ഇനി അമ്മുവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്കിൾ പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയെ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. ഇവിടെയോ? ആ, ഈ വെക്കേഷൻ അമ്മാവന്റെ കൂടെ തന്നെ നിന്നോളാന്ന് ഇവളാ തീരുമാനിച്ചത്. അങ്കിൾ പ്ലീസ്, നോ ഒന്ന് പറയരുത്. 2 മാസം എന്നെ സഹിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് വട്ടായി പോവും. അങ്ങനെയാണെങ്കിൽ മോൾ ഇവിടെ വെറുതെ നിൽക്കണ്ട. ഈ റിസോർട്ട് ഞാൻ മോക്കൊരു ജോലി തരാം. താങ്ക് യു അങ്കിൾ. ആ, പറഞ്ഞതുപോലെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞ് ഭാഗം കിട്ടിയ സ്വത്തും കൊണ്ട് ഇങ്ങനൊരു ഹോസ്പിറ്റൽ തുടങ്ങി ചടഞ്ഞുകൂടിയ ആള് എന്തിനാ ഇതൊരു റിസോർട്ടാക്കി മാറ്റിയത്? അതൊരു നീണ്ട കഥയാ. കുറച്ചു ദിവസം മോളോടേക്കും എല്ലാം മനസ്സിലാവും. എന്താ അമ്മാവനും അനന്തരവളും കൂടെ ഒരു ചർച്ച? മോളെ പോന്നു ഇപ്പൊ വന്നതേ ഉള്ളൂ അങ്കിൾ. എന്നാ രണ്ടുപേരും കേട്ടോളൂ, നമ്മുടെ ഈ ട്രയാങ്കിൾ റിസോർട്ടിന്റെ സൂപ്പർവൈസറായി ഞാൻ അമ്മുക്കുട്ടിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. ഇങ്ങനെ കിളിച്ചോണ്ട് തിന്നാ മതിയോ മേതറേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. വന്നേ, വരട്ടെ. ശരി മദർ, അത്തേക്ക് വരൂ. ഇതെന്താ ഈ ഓടിങ്ങനെ വീഴുന്നത്? രാമേന്ദ്ര, കാറ്റത്തിളകി വീഴുന്നായിരിക്കും സാർ. അയ്യോ, കാറ്റത്ത് വീഴുന്നതല്ല, ഈ ഗോപാലിനടുത്ത് താഴേക്ക് ഇടുന്നതാണ്. മോനെ. എന്തോ കണ്ട ഗോപാല, ഓടാനല്ല, ചാടാൻ പോവുക. മോനെ ചാടരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഒറ്റ പരിഹാരമുള്ളൂ, ഗിന്നസ് ബുക്കിൽ കയറുക. അവിടുന്ന് ചാടിയാ നീ കേറാൻ പോകുന്നത് ഗിന്നസ് ബുക്കിലായിരിക്കില്ല, ശവപ്പെട്ടിയിലായിരിക്കും. ചാടരുത്. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്, ഞാൻ ചാടും. ഇങ്ങോട്ട് ഇറങ്ങി വേണം. പോടാ വന്നി. മാനസിക രോഗികളോട് കോപിക്കരുത്. സ്നേഹവും കൗശലവും ഉപയോഗിച്ച് അവരെ വശത്താക്കണം. എങ്ങനെയാന്ന് കണ്ടോ? മോനെ ഗോപാല. എന്തോ? മോൻ എങ്ങോട്ടാണ് ചാടാൻ പോകുന്നേ? താഴേക്ക്, അല്ലാതെ മുകളിലേക്ക് ചാടാൻ പറ്റുമോ? താഴെ എവിടെയാ മോൻ ചാടാൻ പോകുന്നത്? അവിടെ. ഓ, ഇവിടെയോ? അവിടെ അല്ല, അവിടെ. മനസ്സിലായി മനസ്സിലായി, ഇവിടെ. അവിടെ അല്ല, അതെ അവിടെ. ഓ, മനസ്സിലായി മനസ്സിലായി, ഇവിടെ അല്ലേ? ഓ, മനുഷ്യനെ മെനക്കെടുത്താൻ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാ. അങ്ങളെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം. ഇവിടെ മോനെ, മോൻ ഇനി മേലിൽ കെട്ടിടത്തിന് മുകളിൽ കയറരുത്. ഗിന്നസ് ബുക്കിൽ പേരച്ചടിച്ചു വരുമ്പോ മോൻ ജീവിച്ചിരുന്നല്ലേ വായിക്കാൻ പറ്റൂ. അത് ശരിയാ. മിടുക്കൻ. വിടാനോ പറഞ്ഞേ? നിങ്ങൾ പൊക്കോ, പോ. എന്താ പേര്? അമ്മു. ഇതാരാ അങ്കിൾ? ഞാൻ ഗോപാലൻ, ഈ റിസോർട്ടിന്റെ പഴയ സ്റ്റാഫാ. അതെ, പാഴായ സ്റ്റഫാ. മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. എന്താ മോനെ? മോനെ, ഇപ്പൊ ഇവിടുന്ന് പോയതാരാന്നറിയാം? ആരാ? എന്റെ ഭാവി വധുവാ. ഭാവി വധു. ഗിന്നസ് ബുക്കിൽ കയറുന്നതിന് മുമ്പ് അമ്മുവിനെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിരിക്കും. ഷെടാ മഹാഭാവി, അതിന്റെ ചോരയാടാ ചോര. ഓൾ ദി ബെസ്റ്റ്. ആരാത്? സമാധാനായി. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഓഹോ, അത്ര പെട്ടെന്ന് തന്നെ മറക്കുന്നറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഞാൻ ഓർക്കില്ലായിരുന്നു. സോറി, നിങ്ങൾക്ക് ആള് പറ്റിയതാ. ഞാൻ അമ്മുവാ, ഗൗരി ഡോക്ടറുടെ നീസ്. സോറി, ഞാൻ രാമകൃഷ്ണൻ, ഗൗരി ഡോക്ടറുടെ പേഷ്യന്റാ. അങ്കിൾ, അങ്കിൾ. നോ നോ നോ, അതിനല്ല. ഇറ്റ് ഇസ് ടു മച്ച്. ഇതിലൊരു താലി ഉണ്ടായിരുന്നു, നീ കളഞ്ഞോ? ഇതാണ് നിന്റെ കുഴപ്പം. അത്രയ്ക്ക് സൂക്ഷ്മ കുറവാണ്, എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ എന്താ മോനെ രാമകൃഷ്ണൻ നീ കാണിക്കുന്നത്? ഡോക്ടറെങ്കിൽ ഇത് കണ്ടോ? ഇവള് താലി കളഞ്ഞു വന്നിരിക്കുക. ആണോ? അടി. ഇങ്ങോട്ട് മാറിക്കേ. എങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം പണിഞ്ഞിടാം. ഇപ്പൊ തൽക്കാലം മുറിയിലേക്ക് പോകാനല്ലേ പറഞ്ഞത്? ഡോക്ടറെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പോവാം. ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ല കേട്ടോ.
ഇത് പാഴായ ഒരു സ്റ്റഫാ. ഉപദ്രവമൊന്നുമില്ല, മോള് പേടിക്കണ, പാവമാ. പക്ഷെ അങ്കിൾ ഇതൊരു റിസോർട്ട് ആക്കിന്നല്ലേ പറഞ്ഞേ? റിസോർട്ട് ആക്കി എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ ഈ 2 മാനസിക രോഗികളെ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ സത്യം. ഗസ്റ്റുകളൊക്കെ നാളെ തൊട്ട് വരുമെന്നല്ലേ അറിയിച്ചിരിക്കുന്നേ? ഇവര് പ്രശ്നം ഉണ്ടാക്കോ? ഇവരോ എന്റെ മക്കളോ? ഒരു പ്രശ്നവും ഇല്ല. മോള് നോക്കിയോ, മോളകത്തേക്ക് പോയിക്കോ. റൈറ്റ്, ലെഫ്റ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. തമ്പുരാനെ പാടം പാടം. പാടാനൊന്നും എനിക്കറിയില്ല, നീ തന്നെ അങ്ങോട്ട് പാടിയാ മതിടാ. അതല്ല പറഞ്ഞത് തമ്പുരാനെ, ഇടതും പാടം. വലതോ? വലതും പാടം. അപ്പൊ എടുതോ? ഇടതും വലതും പാടം. തമ്പുരാൻ പാടുപെടും. അങ്ങനെ തമ്പുരാൻ പാടുപെടില്ല, ഇങ്ങനെ ബ്രേക്ക് ചവിട്ടും. എടാ നകുല, എന്തോ? നീ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു എന്നുള്ള അഹങ്കാരം നിനക്ക് വേണ്ട. ഇത് ഗിയർ, ഇത് ക്ലച്ച്, ഇത് ആക്സിലേറ്റർ, ഇതൊക്കെ പഠിപ്പിച്ചത് നീ തന്നെ. പക്ഷെ ഡ്രൈവിംഗ് അത് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചതാ. മനസ്സിലായടാ? മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് അടങ്ങിയിരുന്നാലേ വല്ല വഴിയിലോ കുളത്തിലോ വീട് ഞാനും തമ്പുരാനും ചത്തുപോകും. എടാ നകുല, നിനക്കറിയാലോ, രാജ്യഭരണം അവസാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ സ്റ്റീറിംഗ് എന്റെ കയ്യിലാകുമായിരുന്നു. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നകുല, എടാ നകുല, ചതിച്ചോ? നകുല, നീ പോവരുത്. കണ്ണ് കാണാത്ത എന്നെ വഴിയിലാക്കിയിട്ട് നീ പോവരുത് നകുല. അങ്ങനെ വഴിക്കുവാ. നീ എവിടെ നിക്കണേ? ഞാൻ അവിടെ ഉണ്ട്, ഇതാ കൈ. നീ ആകെ അങ്ങോട്ട് ക്ഷീണിച്ചു പോയി. അത് ഞാൻ അങ്ങനെ സുഖിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്ന അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഇനി വണ്ടി കയറൂ. നിനക്കിപ്പോ എന്താ വേണ്ടേ? നീ പറ. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഞാൻ ഓടിക്കും. കംപ്ലീറ്റ് വളവും തിരിവൊക്കെയാ. അത്രയല്ലേ ഉള്ളൂ. ഓ. എന്നെ എവിടെയാ ഇരുത്തേണ്ടെന്ന് വെച്ചാൽ അവിടെ ഇരുത്തിയിട്ട് നീ അങ്ങോട്ട് ഓടിക്ക്. ആ, എവിടെയാ എന്നാ. നമ്മുടെ കാറ്? അതാ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ? തമ്പുരാൻ വാ. നകുല എത്തിയോ? എത്തി തമ്പുരാനെ, സൂക്ഷിച്ചിറങ്ങിക്കും. കർത്താവിന് സ്തുതി. എടോ വേദറേ, വലതുകാലം വെച്ച് കയറിയത് തമ്പുരാൻ തന്നെ. ഉം. അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ആരാ? ഞാൻ തന്നെ. എന്തിനും തയ്യാറായി തമ്പുരാന്റെ കൂടെ തന്നെ ഇല്ലേ? നീ ഇപ്പൊ എവിടെയാ? റൈറ്റ്, ഇങ്ങോട്ട് വാ. ആ. ഇപ്പൊ നീ എവിടെയാ? ഫ്രണ്ടില്. എടാ ഞാൻ ചോദിച്ചത് റിസോർട്ടിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന്. ആ അതുണ്ട്. ഒരു 100 മീറ്റർ അകലെ തമ്പുരാന്റെ വരവ് കണ്ട് അന്താളിച്ച് നിൽക്കുവാ. ഈ അന്താളിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടത് നീ തന്നെയാ. ഞാൻ ഏറ്റു തമ്പുരാനെ, പക്ഷെ ഗമ വിടരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്കിൾ, ഇനി നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കാനാണോ? ആയിരിക്കും. എന്റെ അമ്മോ, എന്താടാ മുന്നിൽ വല്ല കുഴിവല്ലതും ഉണ്ടോ? കുഴിയല്ല, ഒരു യുദ്ധത്തിനുള്ള ആളുണ്ടല്ലോ. വഴി തെറ്റി കാർഗിലെങ്ങാനും നമ്മൾ എത്തിയോ? ഓ, ഒരു ഉപമ പറയാനും പറ്റത്തില്ല. ഞാൻ ഈ റിസോർട്ടിൽ ആൾക്കാരെ ഉപമ ഉദ്ദേശിച്ചു. പറയാ, നീ ആരടാ? യേശു ക്രിസ്തുവാ? ഒരു കണക്കിന് ശരിയാ. അങ്ങേര് ഒരു കുരുടന് കാഴ്ച കൊടുത്തു. ഞാൻ ഇവിടെ ഒരു കുരുടന്റെ ജീവിതം തന്നെ കൊടുത്തിരിക്കുന്നു. അതേടാ ആ കുരുടൻ? തൃപ്പൂണിത്തുറ കോവിലകത്തെ സുഭദ്ര തമ്പുരാട്ടിയുടെ നിർത്ത്. നീ എന്റെ പേരല്ലടാ അവസാനം പറയാൻ പോകുന്നത്. 3 നേരം എന്റെ നക്കി മൂന്തി കുടിച്ച് ജീവിച്ചിട്ട് എന്നെ നീ കുരുടാന്ന് വിളിച്ചില്ലടാ? ക്ഷമിക്കണോ, എന്റെ തമ്പുരാൻ ഒരു കുരുടനായി പോയതുകൊണ്ടല്ലേ. എടോ വേദറേ, താരങ്ങോട്ട് ചെന്നേ. അഞ്ജലി, 1 മിനിറ്റ്, ഈ പൂവും കൂടെ. തമ്പുരാനെ ഒരു വയോവൃദ്ധനും യുവതരുണിയും തമ്പുരാനെ സ്വീകരിക്കാൻ വരുന്നുണ്ട്. ബാക്കിയുള്ളവർ അകത്താണ്. ഒരു 6 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ഷേക്കൻ കൊടുത്തേ. 1 2 3 4 5 6. അതെ 6 കഴിഞ്ഞല്ലോ. അവരോട് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ പോയാ മതി. റൈറ്റ് റൈറ്റ്. കൈ കൊടുത്ത് ചളമാക്കണ്ട. ഇനി നമസ്കാരം പറഞ്ഞാ മതി. നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. എനിക്ക് നല്ല സുഖമായിരുന്നു. നിനക്കോ? എനിക്കും. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആ തമ്പുരാൻ, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, തൃപ്പൂണിത്തറ കോവിലകത്തെ തമ്പുരാൻ. ആളൊരല്പം ഗൗരവക്കാരാണെന്ന് തോന്നുന്നു. അതെ അതെ. എവിടെയാണ് തമ്പുരാന്റെ റൂം? തൃപ്പൂണിത്തറ കോവിലകത്ത്. തൃപ്പൂണിത്തറത്തെ അല്ല, ഇവിടത്തെ. ഓ, ആ നിമ്മി ആ? കാണിച്ചു കൊടുക്കൂ. തിരിഞ്ഞു നടന്നാലും തമ്പുരാനെ. നടന്നാലും നിന്നോടൊരു കാര്യം പറയാൻ എനിക്ക്. ആ. നടന്നോളൂ. ഓ തമ്പുരാൻ ഇഷ്ടായി. മുറി വേഗം കാണിച്ചു തരാൻ പറയട തെണ്ടി. ഒന്നിന് പോണല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എനിക്കറിയില്ലേ. കുറെ നാളുകൊണ്ട് ഞാൻ പുറകെ നടക്കുകയല്ലേ. അപ്പൊ നീ എന്റെ വയസ്സറിയിക്കാൻ കൂടെ നടക്കല്ലേ? എന്താ തമ്പുരാനെ, എന്തെങ്കിലും അസൗകര്യം? അസൗകര്യമോ? അതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? അല്ല, സാറ് ചോദിച്ചത്. സൗകര്യങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കേണ്ടത്. അത് പിന്നെ അങ്ങയുടെ ഇങ്ങോട്ടുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ല സുഖമുണ്ടായിരുന്നു. നകുല, തമ്പുരാനെ, സാറിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? സാറല്ല, കൂടെയുള്ള ലേഡിയാ. ഒരു പുരുഷനെയും ലേഡിയെയും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. അതുപോലെ ശബ്ദവും. എന്താ കുട്ടിയുടെ പേര്? നിമ്മി. എന്റെ പേര് മേജർ നായർ. ഞാൻ ചോദിച്ചില്ല. നകുല, നടക്കാം. നിമ്മി പോന്നോളൂ. ആ, തമ്പുരാൻ അലോട്ട് ചെയ്തിരിക്കുന്ന റൂം അതാണ്. അതെ, നല്ല ഡീസന്റ് റൂമാണ്. അത് ഞാൻ താമസിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ. മുറിയിൽ എപ്പോഴും നല്ല വെളിച്ചം വേണം. നിറയെ പൂക്കൾ, TV, സമയം നോക്കാൻ ക്ലോക്ക്.
പിന്നെ തമ്പുരാന് നോക്കിയിരിക്കാൻ ഒരു നിലക്കണ്ണാടി. അതെല്ലാം ഇതിനകത്തുണ്ടല്ലോ. എല്ലാം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ പറയണ്ടേ? ഓ പറയാമേ. നടന്നോളൂ തമ്പുരാനെ. ഒരു നിമിഷം. പറഞ്ഞോളൂ. എന്താ? ഇപ്പൊ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ? തൽക്കാലം ഒന്നും വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. എങ്കി വരട്ടെ. വന്നോളൂ, തമ്പുരാനും വന്നോളൂ. ഓ ലെഫ്റ്റ് തിരിഞ്ഞ് അവിടെ ഇരുന്നോളൂ. നകുല, എന്താ തമ്പുരാനെ? നീ ഒന്ന് എഴുന്നേറ്റ്. ആ എഴുന്നേറ്റു. കുറച്ചു നേരം പുറത്ത് നിൽക്ക്. എന്തിനാ തമ്പുരാനെ? പറഞ്ഞത് അനുസരിച്ചാ മതി. ആ ഡോർ അടച്ച് ലോക്ക് ചെയ്തിട്ട് എനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചിട്ട് വാ. അതിന് തമ്പുരാൻ വലിച്ചിട്ടില്ലല്ലോ. ആ, ഞാൻ ഇന്ന് മുതൽ സിഗരറ്റ് വലി തുടങ്ങി. പുതിയ ഫാഷനാണ്. ആ, പുതിയ ഫാഷൻ തന്നെ. പരേഡ് തുടങ്ങും. ആ, അങ്ങനെ ഒരു ഫാഷൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇയാളിപ്പോ എന്നെ എന്തിനാ പുറത്താക്കുന്നത്? ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ദേ പോകുന്നു തമ്പുരാനെ. ആ തെണ്ടി പോയി. കുട്ടി ഇവിടെ ഇരിക്കൂ. എന്താ ഒന്നും മിണ്ടാത്തത്? നിമ്മി, നിമ്മി ഒന്ന് ചോദിച്ചോട്ടെ, നിമ്മി ഇവിടുത്തെ ആരാ? എന്തെങ്കിലും ഒന്ന് മിണ്ടു നിമ്മി. മിണ്ടിയാലേ സുഖം ഉണ്ടാവുള്ളൂ. മിണ്ടല്ല. നിമ്മിയല്ല, ഞാൻ മിണ്ടാം. അപ്പൊ നീ എപ്പ ഇതിനകത്ത് കയറി? ഞാൻ പുറത്തിറങ്ങിയിട്ട് വേണ്ട അകത്ത് കയറാൻ. ഓ, അതാണല്ലേ ഈ കുട്ടി ഒന്നും മിണ്ടാതിരുന്നത്. ഏത് കുട്ടി? ഇവിടെ ആരും ഇല്ല. അപ്പൊ നീ നേരത്തെ വരൂ കുട്ടി എന്ന് പറഞ്ഞതാ. ഓ, അതാണല്ലേ കാര്യം. ദേ ഇവിടെ ഒരുപാട് ആളുകളും കുടുംബങ്ങളും വരാനുള്ളതാ. ഉം. തമ്പുരാനെ തനിക്കൊണം വല്ലോ ഇവിടെ കാണിച്ച ഉം. കായലി മുക്കി കൊല്ലും ഞാൻ. ആ ആ